2024 അങ്ങനെ നമ്മളോട് ബൈ ബൈ പറഞ്ഞു പോവാണല്ലേ. എല്ലാ വർഷത്തെ പോലെ ഇത്തവണ ന്യൂ ഇയർ ആയിട്ട് എനിക്കൊരു പരിപാടിയില്ല കേട്ടോ. എല്ലാവരും ന്യൂ ഇയർ സെലിബ്രേഷൻസും കണ്ട് വീട്ടിൽ ചെറിയും കുത്തിയിരിക്കുകയാണ്. ആകെ ഒരു വട്ടം മാത്രമേ ഞാൻ ബാംഗ്ലൂരിലെ സമയത്ത് ന്യൂ ഇയർ ആഘോഷിച്ചുള്ളൂ. അതും വലിയ കാര്യമായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ടെറസിൻ്റെ മുകളിൽ കയറി എല്ലാവരും ചുറ്റുമുള്ള എല്ലാവരും ടെറസിൻ്റെ മേലെ കയറി കൂക്കും വിളിയൊക്കെ കൂടി അങ്ങനെ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ മാത്രം പടക്കൊക്കെ പൊട്ടിച്ച് അത്രേ ഉള്ളൂ. ഈ 2024 കടന്നു പോകുമ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞ വർഷം കേട്ടോ ഇത്. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേരിനുള്ളിൽ തല താഴ്ത്തിയിരിക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. പക്ഷേ എന്തിനാണോ ഞാൻ കരഞ്ഞത്, അറ്റ് ലാസ്റ്റ് ആ ഒരു നിമിഷം ആ ഒരു സംഭവം എനിക്ക് നടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അനിയത്തിയുടെ മാരേജ് ഫിക്സേഷൻ, നമ്മുടെ കുടുംബത്തിൽ ഒരു പുതിയ അതിഥി കൂടെ വരിക, പുതിയ ബന്ധങ്ങൾ, പിന്നെ ഒരുപാട് നല്ല മൊമെൻറ്റ്സ്, കുറേ അൺഎക്സ്പെക്റ്റഡ് മൊമെൻറ്റ്സ് ഈ ഒരു 2024 എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വർഷം ഞാൻ പഠിച്ചെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് കുറേ ഒന്നും കണ്ണടച്ചിരിക്കാൻ പറ്റില്ല കേട്ടോ. മൂപ്പര് കുറച്ച് വൈകിയെല്ലാം നടത്തി തരും. എനിവേ ഹാപ്പി ന്യൂ ഇയർ.